ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കിടങ്ങറക്കടുത്താണ്. എൻ്റെ ഒരു സുഹൃത്ത് രഘു ശ്രീധർ, അദ്ദേഹം നല്ലൊരു ചലച്ചിത്ര പ്രവർത്തകനും ചിത്രകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഓൺ സൈറ്റിലുള്ള ഒരു ചിത്രരചന ഞാൻ ഇന്ന് പാർത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. ഈ വരുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ രഘു സാറ്. അദ്ദേഹം നമ്മുടെ ചലച്ചിത്ര മേഖലയിലും ചിത്രരചനാ മേഖലയിലും അങ്ങേയറ്റത്തെ കൈപ്പുണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഓൺ സൈറ്റിൽ വെച്ച് വരയ്ക്കുന്ന ഒരു രചന പാർത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി നമുക്ക് എല്ലാവർക്കും കണ്ടൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്, എല്ലാ എക്യുപ്മെൻസുകളും സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഒരു നല്ല സ്ഥലം തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു, വെയിലില്ലാത്തതും ഷെയ്ഡ് വരാത്തതുമായിട്ടുള്ള. സാറിൻ്റെ വരയ്ക്കുന്ന ആ ഫീൽഡ് നമുക്കൊന്ന് കാണണ്ടേ. ഇതേ നല്ല ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന കുളവും അതിനോടനുബന്ധിച്ചുള്ള ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളും. നമസ്കാരം, എൻ്റെ പേര് രഘു ശ്രീധർ എന്നാണ്. ഞാനൊരു 34 വർഷം ചിത്രകലാ അധ്യാപകനായിട്ട് വിവിധ സർക്കാർ സ്കൂളുകളിൽ പ്രവർത്തിച്ച ആളാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചിത്രരചനയിൽ വാട്ടർ കളറാണ് എൻ്റെ മീഡിയം, അതായത് ജലഛായ മീഡിയത്തിലാണ് ഞാൻ ചിത്രങ്ങൾ കൂടുതലും വരയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് പ്രകൃതി ദൃശ്യങ്ങളും അതേപോലെ നല്ല പഴയ കാലത്തെ കെട്ടിടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ, നമ്മുടെ പ്രകൃതിയും പഴയ കാലഘട്ടത്തിലുണ്ടായ പഴയ വാസ്തു വിദ്യയിൽ ഉൾപ്പെടുന്ന കെട്ടിടങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ആ ചിത്രരചനയിലുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു രചനാരീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാട്ടർ കളറിൽ ഉള്ള ഒരു രചന നടത്തുന്നത്. ഇപ്പം ഞാനിവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൻ്റെ സൈഡിലുള്ള ഒരു പ്രദേശമാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാകില്ല, സ്ഥലം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇനി അതിൻ്റെ രചന തുടങ്ങിക്കഴിയുമ്പം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ടാണ് ഒരു ചിത്രം നമ്മൾ വരച്ച് തീർക്കുന്നത്. അപ്പോൾ ജലഛായമാണ്. ഇതിൻ്റെ പാലറ്റിനകത്ത് കളറുകളാണ് ഇരിക്കുന്നത്. ഇത് ഈസിലാണ് നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ പേര് ഈസിൽ എന്നാണ്. ഈസിൽ നമ്മൾ വരയ്ക്കാനുള്ള പേപ്പർ ഒരു പാഡായിട്ടാണ് ബുക്ക്. ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. 440 GSM എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ കട്ടയുടെ അളവാണ് GSM. അങ്ങനെയുള്ളൊരു പേപ്പറിലാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. പിന്നെ അതിന് മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന ജലമാണ്, വെള്ളം. അപ്പം പലതരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ഞാൻ വരയ്ക്കാൻ പോവാണ്. സ്കെച്ച് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ഇതിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. സ്കെച്ച് ഈ ചിത്രരചന പ്രദർശനം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? പ്രദർശനം ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും നേരത്തെ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അക്കാഡമിയുടെ എക്സിബിഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല സംഗതികളിലൂടെ നമ്മൾ വന്നതാണ്. അപ്പോൾ ആരെങ്കിലും എക്സിബിഷന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് നമ്മുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കൂടുതലും ഈ ചിത്രങ്ങൾ, ഞാൻ ചെയ്തു വെക്കുന്ന ചിത്രങ്ങൾ വിൽപ്പന ഉണ്ട് എനിക്ക്. അത് ഈ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് പല വീടുകളിലും എൻ്റെ ചിത്രങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് വന്ന് നമ്മുടെ ചിത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഈ പുതിയ വീടുകൾ വെക്കുമ്പം ആ വീടുകളിൽ വെക്കാനായിട്ട് എൻ്റെ ചിത്രങ്ങളിൽ കൊണ്ടുപോകണം. അവർക്കൊക്കെ ഈ പ്രകൃതി ദൃശ്യം ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ട് അവരത് വന്ന് അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ദൈവങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ ഡിജിറ്റലിൽ ചെയ്യാറുണ്ട്, അല്ലാതെയും വരയ്ക്കാറുണ്ട്. അത് ഓയിൽ കളറിലും അക്രിലിക് കളറിലും ചെയ്യും നമ്മൾ. ഇത് ട്രൈ ആവുന്നതിന് വേണ്ടി ഒരുപാട് സമയം എടുക്കുമോ? അത് ഓരോ ക്ലൈമറ്റ് പോലിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല, ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ട്രൈ ആകും. ഒരു ചിത്രം തുടങ്ങണമെങ്കിൽ ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. എങ്കിലേ നമുക്ക് അതിനകത്തൊരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണിത്. അതായത് നമ്മളൊരു കളർ എല്ലായിടത്തും ഒന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കളറ് നമ്മൾ എല്ലായിടത്തും അതിന് വേണ്ട ഒരു മാസ്റ്റർ കളേഴ്സിനെ നമ്മൾ ആദ്യം ഒന്ന് ഫില്ല് ചെയ്യും. ഇനിയാണ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പെയിൻറ്റിങ്ങിലേക്ക് നമ്മൾ കയറുകയാണ്. ഇനി ഇപ്പം നമ്മളൊരു വര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരറ്റം മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോഗ്രാഫിയും ചിത്രരചനയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചിത്രരചനയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചാൽ മതി പ്രകൃതിയിൽ. അല്ലാതെ ഈ മുഴുവൻ കാണുന്നതിന് അതുപോലെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ മുഴുവൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം വരയ്ക്കുന്നുള്ളൂ. എന്ന് കഴിഞ്ഞാൽ പോസ്റ്റും ഒക്കെ കാണും, അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്.
നമ്മളെ ചിത്രം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളൊരു ലാൻഡ്സ്കേപ്പ്, ഒരു പ്രകൃതി ദൃശ്യം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് അവിടെ കാണുന്ന പോലെ വരയ്ക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം അതുപോലെ നിലനിർത്തിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു ചിത്രമാണ്. കുറച്ച് ദൂരെ നിന്നാണ് ഇതിൻ്റെ ഒരു ലുക്ക്. നമുക്ക് ലോങ് സൈറ്റ് ആണ്, ഭയങ്കര ലോങ് സൈറ്റാണ്. ലോങ് സൈറ്റിലാണ് വാട്ടർ കളറിന് എപ്പോഴും ഒരു ഭംഗിയുള്ളത്. അടുത്ത് കാണുമ്പം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി കുറച്ച് അകലെ കാണുമ്പോഴാണ്. അതുകൊണ്ട് ഇത് നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലുക്കായിരിക്കും. ഓക്കെ.